So hello and good evening, everyone. Welcome to another session on Identu for Kerala PSC Dental Aspirants. Okay, so before starting the session, I would like to ask you something. Like, എല്ലാവരും Kerala PSC application process complete ചെയ്തോ? You can use the chat box for answering. Okay. Okay. Yes, Dr. Amrita, Dr. Grishma, Dr. Kirtana, Dr. Parvati. Okay, എല്ലാവരും complete ചെയ്തോ? Okay, that's good to hear. Okay, complete ചെയ്ത് കഴിഞ്ഞവർ one time കൂടി നിങ്ങളുടെ one time registration profile പോയി, like you should log into your one time registration profile and then have a look at your my applications. Okay, my applications പോയി നോക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ സ്റ്റാറ്റസ്, ഓക്കെ, ഈ application process complete ആയെങ്കിൽ your status will be like submitted എന്നുള്ള സ്റ്റാറ്റസ് കാണും. Okay, then confirmation for examinations ആ ഒരു ടാബിൽ കൂടി പോയി നോക്കണം ഈ applications complete ചെയ്തവർ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത ശേഷം ആ ഒരു ടാബിൽ കൂടി പോയി നോക്കുകയാണെങ്കിൽ കൺഫർമേഷൻ ഫോർ എക്സാമിനേഷന് ആക്റ്റീവ് കൺഫർമേഷൻ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും വേണം. ഓക്കെ, so I hope you all had done that. Okay, ഇതുവരെ ഇനി application process complete ചെയ്യാത്തവർ don't worry, you have time till like 4 December to complete. But ഒത്തിരി ലാസ്റ്റ് മിനിറ്റ് കംപ്ലീഷന് വേണ്ടി സബ്മിഷന് വേണ്ടി അറേഞ്ച് ചെയ്യേണ്ട എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഓക്കെ, as fast as you can do it. Okay. Okay, so like today we are like officially starting our PSC group live session. Okay, so first I thought like before going into the discussing about the questions and all, questions discuss ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമുക്ക് കുറച്ച് എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എത്ര നേരം പഠിക്കണം, ഓക്കെ, ഏതൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കും എക്സാം ഫോർമാറ്റ്, ലൈക്ക് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കേരള PSC എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓറിയന്റേഷൻ സെഷൻ പോലെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ സിലബസ് നോക്കാം. ഓക്കെ, സിലബസ് നിങ്ങളെല്ലാം ഓൾറെഡി ലൈവ് വീഡിയോയിൽ കണ്ടതാണ്. ഓക്കെ, ഇത് പ്രീവിയസ് ഇയർ എക്സാമിനേഷൻ സിലബസ് ആണ്. ഓക്കെ, ഇതിനു മുന്നേ അസിസ്റ്റന്റ് ഡെന്റൽ സർജൻ വേക്കൻസി വന്നത് ഇറ്റ് വാസ് ഇൻ ലൈക്ക് 2019. ദ എക്സാമിനേഷൻ നടന്നത് ഇറ്റ് വാസ് ഇൻ 2020 ലാസ്റ്റ് മന്ത്സിലൊക്കെയാണ് എക്സാമിനേഷൻ നടന്നത് ബിക്കോസ് ഓഫ് ദ കോവിഡ് ആൻഡ് ഓൾ. ഓക്കെ, സോ അന്ന് നമ്മുടെ PSC അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത സിലബസ് ആണ് ഇത്. ടോപ്പിക്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഇത് ഓൾറെഡി നമ്മുടെ ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ബട്ട് സ്റ്റിൽ ഐ എം അഗൈൻ ഡിസ്കസിങ് ഇറ്റ് ഫോർ ദോസ് ഹു ഹാഡ് നോട്ട് വ്യൂഡ് ഇറ്റ്. ഓക്കെ, സോ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഉണ്ടായിരുന്നു. പാർട്ട് 2 ഇറ്റ് വാസ് ലൈക്ക് ബേസിക് സയൻസ് സബ്ജക്ട്സ് ലൈക്ക് അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി അങ്ങനെയുള്ള ബേസിക് സയൻസ് സബ്ജക്ട്സും പാർട്ട് 2 പ്യുവർലി ഡെന്റൽ റിലേറ്റഡ് സബ്ജക്ട്സും ആയിരുന്നു പാർട്ട് 2 ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മൾ ആ ഒരു 2020 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ദ വെയിറ്റേജ് ഫോർ ദിസ് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 വാസ് ലൈക്ക് 30-70. Okay, 30 questions, like a average of 30 questions were asked from part 1 and an average of like 70 questions from part 2. Okay, other expected on because part 1 you only have like 6 questions and part 2 you have like 10 subjects were there. Part 1 6 subjects and part 2 10 subjects were there. So weightage number of subjects കൂടുതലുള്ള part 2 ആയതുകൊണ്ട് തന്നെ കുറച്ച് weightage അധികമായിരുന്നു part 2 ന്. Okay, so mostly dental related subjects മാത്രമാണ് part 2 that should be focused more also. Okay, and as I had like already mentioned, oral surgery and anesthesia എന്നുള്ളത് different like എടുത്തു പറഞ്ഞതുകൊണ്ട്. Okay, anesthesia is like a specially mentioned with the oral surgery. You should give more focus on anesthesia, and anesthesia മാത്രം like 3 to 4 questions were there in the previous year question paper. Okay, so that's one thing that you should focus. And അടുത്തത് dental materials. Okay, dental materials പ്രോസ്റ്റോന്റെ including dental materials എന്ന് മാത്രമാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. സോ dental materialsന് അത്ര വെയിറ്റേജ് കൊടുക്കാത്തതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. മാക്സിമം 1-2 questions അത്ര മാത്രമേ dental materials നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ലൈക്ക് പ്രോസ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടിയാണ് ചോദിച്ചത്. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഏതൊക്കെ സബ്ജക്ട്സ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്,
ഏതൊക്കെ സബ്ജക്ട്സ് ആണ് കുറച്ച് കുറവ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ ഇനി അടുത്തത് നോക്കാനുള്ള കാര്യം ഒത്തിരി ആസ്പിരൻസ് ചോദിച്ച ഒരു കാര്യം കൂടിയാണ്. ലൈക്ക് ജനറൽ നോളേജ്. ഓക്കെ, ജനറൽ നോളേജ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് ഒത്തിരി പാർട്ടിസിപ്പൻസ് ചോദിച്ച ഒരു ഡൗട്ട് കൂടിയാണ്. ജനറൽ നോളേജ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ലൈക്ക് ഇൻ 2019 ആ ഒരു ടൈമിലൊക്കെ നമ്മൾ ഇതുപോലത്തുള്ള PSC എക്സാമുകൾക്ക് എല്ലാത്തിനും ജനറൽ നോളേജ് ഇൻക്ലൂഡഡ് ആയിരുന്നു. ലൈക്ക് കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളേജ്, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള കറണ്ട് അഫയേഴ്സ്, അതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. But after like 2020 and all, they had modified that. Okay, modified the rule, and like professional exams like BDS, MDS or like MBBS levels, MD levels exam purely അവരുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചാൽ മതി എന്ന് ഒരു മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ജനറൽ നോളേജ് ഇല്ല. ഓക്കെ, ജനറൽ നോളേജ് ഇല്ല, കറണ്ട് അഫയേഴ്സ് ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. സോ അത് സോ ഡോണ്ട് ലൈക്ക് വേസ്റ്റ് ടൈം preparing for that. Okay, mainly you have to look at the purely your dental subjects only. Okay, so I hope that's clear about the syllabus. Now we can let's have a look at the selection process. എങ്ങനെയാണ് selection process ഒന്ന് നോക്കാം. Okay, so first exam ഉണ്ടാവും. Okay, exam dates announce ചെയ്തിട്ടില്ല. By around like January last നമുക്ക് dates announce ചെയ്യും. അപ്പൊ തന്നെ നമുക്ക് അതിന്റെ സിലബസും കിട്ടും. അതെല്ലാം നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. Okay, first there will be exam and then it will be followed by an interview process. Okay, interview process ഉണ്ടാവും. Okay, examiner like the ones who have scored well in their exam. Okay, so they will be selected for the interview. Okay, so examiner ആരൊക്കെയാണോ നന്നായി പെർഫോം ചെയ്തത് അവരെ മാത്രമേ ഇന്റർവ്യൂവിലേക്ക് സെലക്ട് ചെയ്യത്തുള്ളൂ. Now once the interview process is also over, then they will make a rank list. Okay, combining both the marks. Okay, examന്റെ മാർക്കും ഇന്റർവ്യൂവിന്റെ മാർക്കും രണ്ടും കൂടി കമ്പൈൻ ചെയ്ത ശേഷമാണ് they will publish the rank list. From that rank list only, those who are like toppers in that rank list, they will select those people. Okay, so ഇതാണ് മെയിൻ ആയിട്ട് കേരള PSCയുടെ സെലക്ഷൻ പ്രോസസ്. Okay, okay. Then mode of exam എന്ന് പറയുന്നത്. Mode of exam like previously there was like OMR exam. So OMR means like they will give you a OMR sheet and you have to like bubble it ചെയ്യണം. Okay, pen and pen കൊണ്ട് like you have to bubble in the correct answer. Okay, there was like previous method, but now it is like most of the exams are like online only. Like online center, online computer center, PSC computer center പോയിട്ട് അവിടെ നിന്ന് ഓൺലൈൻ ആയിട്ടുള്ള എക്സാം അറ്റൻഡ് ചെയ്യലാണ് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള മോഡ് ഓഫ് എക്സാം. സോ we will നമ്മുടെ എക്സാം ഡേറ്റ് വരുമ്പോൾ മാത്രമേ ഇതൊരു ക്ലിയർ ആയിട്ട് അറിയത്തുള്ളൂ. ബട്ട് യു ക്യാൻ എക്സ്പെക്ട് ബോത്ത് ദ തിങ്സ്. ഓക്കെ, മെയിൻലി ഇറ്റ് വിൽ ബി ഓൺലൈൻ ഓൺലി. Then type of എങ്ങനത്തെ type questions are. It is like objective multiple choice questions. Okay, so there will be a question and there will be like 4 options. You can choose the most appropriate one. Okay, most appropriate answer ഏതാണോ അത് ചൂസ് ചെയ്യാം, അതായിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, സോ എത്ര ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം PSC എക്സാമിൽ? ഓക്കെ, മെയിൻലി 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 100 ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്. ഓക്കെ, അങ്ങനെ മാക്സിമം മാർക്ക് 100 മാർക്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ procedure for this, or that is the exam pattern for the written exam. Okay, അതായത് 100 questions ഉണ്ടാവും, ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്, അങ്ങനെ 100 മാർക്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, ഈ 100 questions നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് ജസ്റ്റ് 1 hour 15 minutes ആണ്. അതായത് ടോട്ടലി 75 minutes മാത്രമാണ് നിങ്ങൾക്ക് 100 questions ആൻസർ ചെയ്യാൻ കിട്ടുന്ന ടൈം. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും 45 seconds മാത്രമാണ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന ടൈം. ഓക്കെ, 45 seconds മാത്രം. ഓക്കെ, ഈ ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടൈം ഞാൻ ഇനി ഈ ഫ്യൂച്ചർ ഡിസ്കഷനിൽ കൂടി യൂസ് ചെയ്യും. സോ റിമെമ്പർ ദിസ് ടൈം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് വെറും 45 seconds മാത്രമാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഞാൻ പറയുന്നത് എക്സാം പാറ്റേൺ. ഓക്കെ, കറക്റ്റ് ആൻസറിന് 1 മാർക്ക് കിട്ടും. റോങ് ആൻസർ, ഓക്കെ, ചില സ്റ്റുഡൻസിന്റെ എല്ലാം മെയിൻ ആയിട്ടുള്ള ഇതാണ്, നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം അല്ലല്ലോ, ഇതൊരു MCQ എക്സാം അല്ല. അപ്പൊ എന്തായാലും ഒരു 4 ഓപ്ഷൻസ് കാണുമല്ലോ. ആ 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതിയല്ലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ച് ഈ എക്സാം എഴുതാൻ പോകരുത്. ഓക്കെ, ബിക്കോസ് റോങ് ആൻസറിന് ദർ ഈസ് ലൈക്ക് നെഗറ്റീവ് മാർക്ക്. ഓക്കെ, റോങ് ആൻസറിന് കിട്ടുന്ന നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് -1/3 മാർക്കാണ്.
ഓക്കെ, ദർ ഈസ് നെഗറ്റീവ് മാർക്ക്. പ്രീവിയസ് എക്സാമിലും ഉണ്ടായിരുന്നു, ഈ എക്സാമിനും നമുക്ക് പ്രതീക്ഷിക്കാം. ഡെഫിനറ്റ്ലി എന്തായാലും ഉണ്ടാവും. കാരണം ഇപ്പോൾ റീസെന്റ് ആയി നടക്കുന്ന എല്ലാ PSC എക്സാമുകളിലും നെഗറ്റീവ് മാർക്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ദർ വിൽ ബി നെഗറ്റീവ് മാർക്സ് ആൻഡ് യൂഷ്വലി ഇറ്റ് ഈസ് ലൈക്ക് -1/3 മാർക്സ് ദർ വിൽ ബി നെഗറ്റീവ് മാർക്സ്. ഓക്കെ, സോ if you are not sure about the answer, then don't attend it. Okay, only attend the question only if you are like 200% sure. Okay, 100% sure പോലെ 200% sure ആണെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്സ് അക്യുമുലേറ്റ് ചെയ്ത് നമ്മുടെ മാർക്ക് ഒത്തിരി താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ റാങ്കും അതിനനുസരിച്ച് ഒത്തിരി താഴെ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് സ്റ്റുഡൻസിൽ എല്ലാവർക്കും ഇതുപോലെ ഒത്തിരി ലൈക്ക് ഷുവർ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒരു അറ്റൻഡ് ചെയ്ത് നെഗറ്റീവ് മാർക്സ് അക്യുമുലേറ്റ് ആവുന്നത്. ഓക്കെ, ആ നെഗറ്റീവ് മാർക്സ് അക്യുമുലേറ്റ് ആവുന്നതുകൊണ്ട് ഒത്തിരി റാങ്കും താഴെ പോകുന്നുണ്ട്, അതേപോലെ തന്നെ അവരുടെ മാർക്കും താഴെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ if you're not sure, then don't attend. Okay, then there is something like calculative guessing. അങ്ങനെയുള്ള വർക്ക് എല്ലാം ഉണ്ട്. അത് നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ എന്തായാലും പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. എങ്ങനെയാണ് കാൽക്കുലേറ്റീവ് ഗസ്സിംഗ് ചെയ്യേണ്ടത്. ലൈക്ക് ഒരു 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒരു 2 ഓപ്ഷൻ യു ക്യാൻ ക്ലിയർലി എലിമിനേറ്റ്. ബാക്കി 2 ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റീവ് ഗസ്സിംഗ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇഡൻ 2 നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഓക്കെ, സോ നെഗറ്റീവ് മാർക്സ് ഉണ്ട്. ഐ തിങ്ക് ചാറ്റ് ബോക്സിൽ ഒരാൾ ഡോക്ടർ ഗ്രീഷ്മ രാജ് ചോദിച്ചിട്ടുണ്ട് നെഗറ്റീവ് മാർക്സ് ഉണ്ടോ എന്ന്. നെഗറ്റീവ് മാർക്സ് ഉണ്ട്. ഓക്കെ, സോ ബി കെയർഫുൾ വൈൽ ആൻസറിങ് ദി ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് ഹാവ് എ ലുക്ക്. രണ്ട് എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം നമുക്ക്. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, റൈറ്റ് സൈഡിൽ കാണുന്നതും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഈ അസിസ്റ്റന്റ് ഗവൺമെന്റ് ഡെന്റൽ സർജന്റെ റീസെന്റ് നടന്ന എക്സാം ആണ്. ഓക്കെ, ഇതാണ് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ് ഇത് 048/20. യു ക്യാൻ ചെക്ക് ഇൻ ദ കേരള PSC വെബ്സൈറ്റ് ഓൾസോ. സോ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്നത് എന്ന് വെച്ചാൽ ഈ ലേറ്റസ്റ്റ് ആയി നടന്നിട്ടുള്ള ഓറൽ മെഡിസിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിലേക്കുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, ഓറൽ മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇത് നടന്നത് ജസ്റ്റ് മെയിലാണ്. ഈ 2024 മെയിലാണ് ഈ എക്സാം നടന്നത്. ജസ്റ്റ് 6 months ബിഫോർ നടന്ന എക്സാം ആണ് ഇത്. ഓക്കെ, ദിസ് ഇസ് ദ വൺ ദാറ്റ് ഹാപ്പൻ ലൈക്ക് 4 years ago. ഓക്കെ, ആ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ആ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാം. ഓക്കെ, first question, like which among the following is not a bone of facial skeleton? Okay, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത് ഡയറക്റ്റ്, സ്ട്രേറ്റ് ഫോർവേഡ്, വൺ ലൈനർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ പറയുന്നത് ഡയറക്റ്റ്, സ്ട്രേറ്റ് ഫോർവേഡ്, വൺ ലൈനർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്, വളരെ ഈസി ആണ്. യു ജസ്റ്റ് ഹാവ് ടു യൂസ് യുവർ മെമ്മറി. ഓക്കെ, മെമ്മറി മാത്രം യൂസ് ചെയ്താൽ മതി. ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ഈസിലി you can easily crack these questions. Okay, so which among the following is not a bone of facial skeleton? It's option A, ethmoid bone, because ethmoid bone is like a cranial bone, not a facial bone. Okay, so that is the answer for this question. Okay, ini idile thanne first question ee question paper la first question namukku vaaichu nokam. Okay, a 51-year-old man presents with a 9-month history of ulcers in mouth causing discomfort while eating. Okay, on examination there are large blisters on labial mucosa that rapidly burst and there are eroded skin lesions also. Okay, so there are oral lesions undu, oral ulcers undu, and there are skin lesions also. No ocular or genital symptoms. Ocular mucosa, genital mucosa involved alla, and Nikolsky sign is positive. The investigation that is used to make definitive diagnosis include. Okay, so e type questions ne parayna verana like clinically oriented questions, അല്ലെങ്കിൽ clinical based questions, അല്ലെങ്കിൽ application based questions, അല്ലെങ്കിൽ practical based questions എന്നൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസിന് പറയുന്ന പേര്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ജസ്റ്റ് മെമ്മറി മാത്രം പോരാ. യു ഷുഡ് ലൈക്ക് നോളേജ് വേണം, മെമ്മറി വേണം, നിങ്ങളുടെ കൺസെപ്റ്റ്സ് ക്ലിയർ ആയിരിക്കണം, അതുപോലെ തന്നെ കുറച്ചൊരു ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ് കൂടി വേണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ these 2 question papers. Okay, ഇത് 4 years മുന്നേ നടന്ന ഒരു ക്വസ്റ്റ്യന്റെ ഒരു ലൈക്ക് ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ഇത് ഈ റീസെന്റ് ജസ്റ്റ് 6 months ബിഫോർ നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്.
ഓഫ് കോഴ്സ് ഇത് ഒരു MDS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി ടഫ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ PSC ക്വസ്റ്റ്യൻസ് അവരുടെ ക്വസ്റ്റ്യൻസ് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടൈപ്പ് ഒരു എക്സാമ്പിൾ ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, ലൈക്ക് PSC റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ ദേ ആർ അപ്ഗ്രേഡിങ് their exam pattern and their question pattern എന്ന് കാണിക്കാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഈ ഒരു എക്സാമ്പിൾ കാണിച്ചത്. സോ ഇങ്ങനെയുള്ള ഈ ലെങ്തി സ്റ്റോറി ലൈക്ക് ക്വസ്റ്റ്യൻസ് ഇത് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് വായിച്ച് ഇതിന്റെ ഓപ്ഷൻസ് വായിച്ച് ഇതിന്റെ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആകെ കയ്യിലുള്ളത് വെറും 45 സെക്കൻഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ലെങ്തി ക്വസ്റ്റ്യൻസ് വായിച്ച് അതിന്റെ ഓപ്ഷൻസ് വായിച്ച് ഇത് ചൂസ് ചെയ്യുമ്പോഴേക്കും മാക്സിമം ഇറ്റ് ഈസ് ലൈക്ക് ടൈം കൺസ്യൂമിങ്. ഓക്കെ, യെസ് ഇതിന്റെ യെസ് ഡോക്ടർ മുബഷിർ ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത് ഓൺലി സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാത്രമേ അസിസ്റ്റന്റ് പ്രൊഫസറിനുള്ളൂ. ഇപ്പൊ ഇത് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഓറൽ മെഡിസിന്റെ ആണ്. ഓറൽ മെഡിസിൻ ടോപ്പിക്സ് തന്നെയാണ് നമ്മൾ ഇവിടെ ഓറൽ മെഡിസിൻ പഠിക്കുന്ന എല്ലാ ടോപ്പിക്സും തന്നെയാണ് അതിലും അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള ഓറൽ മെഡിസിന്റെയിലും ചോദിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് മോർ ഡീറ്റെയിൽ ആൻഡ് മോർ ദിസ്. ഓക്കെ, ബട്ട് ഞാനൊരു എക്സാം ക്വസ്റ്റ്യൻ പാറ്റേൺ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ കാണിച്ചത്. ഓക്കെ, സോ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്തത്. ഓക്കെ, സോ ദിസ് ഡയറക്റ്റ് ആയിട്ട് ഇതുപോലുള്ള സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് മാത്രമല്ലാതെ ഇതുപോലത്തുള്ള ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഓക്കെ, ഇതിലെ തന്നെ ഇതിപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഓക്കെ ഇനി നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ 13th ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് നോക്കാം. ഇതും അതുപോലെ തന്നെ ഇതുപോലെ ക്ലിനിക്കലി ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അഗെയിൻ വിത്ത് ഇമേജസ്. ഓക്കെ, ഈ ഇമേജസ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ലൈക്ക് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ദിസ് മെയിൻ I have given this example mainly to tell you that the PSC is regularly upgrading their question pattern and their exam pattern. അപ്പം ഇങ്ങനത്തെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആദ്യമായിട്ട് പോയി എക്സാം ഹാളിൽ ഇരുന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എൻകൗണ്ടർ ചെയ്യുന്നതിന് പകരം അതിന് മുന്നേ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്തും എല്ലാം ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് കൂടി എക്സ്പെക്ട് ചെയ്ത് വേണം പഠിക്കാൻ. ഓക്കെ, സോ നിങ്ങളുടെ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ക്രാക്ക് ചെയ്യാൻ എളുപ്പമാവുള്ളൂ. ഓക്കെ, നൗ സോ ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. PSC എക്സാം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ടെസ്റ്റ് ഓഫ് യുവർ മെമ്മറി, ഇറ്റ്സ് ലൈക്ക് ടെസ്റ്റ് ഓഫ് യുവർ നോളജ് ആൻഡ് മേക്കിംഗ് യുവർ ലൈക്ക് കൺസെപ്റ്റ്സ് ക്ലിയർ ആയിരിക്കണം. അതേപോലെ തന്നെ ഇറ്റ് ഇസ് എ ടെസ്റ്റ് ഓഫ് യുവർ ടൈം മാനേജ്മെന്റ് സ്കിൽ ഓൾസോ. ഓക്കെ, നമുക്ക് കിട്ടുന്നത് വെറും 45 സെക്കൻഡ്സ് ആണ്. അതിൽ ഇതുപോലത്തെയുള്ള ഹൈ എൻഡ് ആയിട്ടുള്ള കുറച്ചുകൂടി ഇങ്ങനെ ക്ലിനിക്കലി എലാബറേറ്റീവ് അതുപോലെ തന്നെ ഇതുപോലെ സ്റ്റോറി ലൈക്ക് ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഒത്തിരി ലൈക്ക് 4 to 5 ലൈൻസ് ക്വസ്റ്റ്യൻസ് മാത്രമുണ്ട്. അതെല്ലാം വായിച്ച് ദെൻ ആൻസേഴ്സ് ചൂസ് ചെയ്ത് ദെൻ അത് ആൻസർ ചെയ്യണമെങ്കിൽ ഇറ്റ് റിക്വയർസ് മെയിൻലി ദ ടൈം മാനേജ്മെന്റ് സ്കിൽസ് നിങ്ങളുടെ വളരെ ഇംപ്രൂവ്ഡ് ആയിരിക്കണം. ആൻഡ് ദെൻ ലോജിക്കൽ റീസണിങ് ആൻഡ് അനാലിറ്റിക്കൽ തിങ്കിങ് ആസ് ഐ ഹാഡ് ഓൾറെഡി മെൻഷൻഡ് ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ അതുകൂടി കുറച്ച് ആവശ്യമുണ്ട്. ആൻഡ് ദി MCQ സോൾവിംഗ് സ്കിൽസ് ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് തിയറി എക്സാമോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമിനേഷനോ പോലെയല്ല. നോട്ട് ദ തിയറി പാർട്ട്. നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് MCQ എക്സാം ആണ്. അപ്പൊ MCQ എക്സാമിന് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട സ്കിൽ എന്താണെന്ന് പറയുന്നത് MCQ സോൾവിംഗ് സ്കിൽസ് ആണ്. ഓക്കെ, സോ MCQ സോൾവിംഗ് സ്കിൽസ് MCQസിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇതുപോലെ തന്നെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വൺ ലൈനർ ടൈപ്പാണ് ഞാൻ ഒന്ന് കാണിച്ചു തന്നത്. പിന്നെ ഒന്ന് ഇതുപോലെ ക്ലിനിക്കലി ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഇമേജ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ദെൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. ലൈക്ക് ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് ദിസ് ലീഷൻ എക്സെപ്റ്റ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. Like all of the following are true regarding this procedure except അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ ലൈക്ക് the symptoms that are seen in this syndrome എന്ന് പറഞ്ഞ കുറച്ച് സിംറ്റംസ് ഉണ്ട്. ആൻഡ് ലാസ്റ്റത്തെ ഓപ്ഷൻ ലൈക്ക് ഇറ്റ് വിൽ ബി ബോത്ത് ഓഫ് ദ എബവ് അല്ലെങ്കിൽ ഓൾ ഓഫ് ദ എബവ് അല്ലെങ്കിൽ നൺ ഓഫ് ദ എബവ് അങ്ങനെയുള്ള ഓപ്ഷൻസ് വെച്ചിട്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ഈ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് കുറച്ച് സോൾവ് ചെയ്യുന്ന സ്കിൽ എന്ന് പറയുന്നത് ആ MCQ സോൾവിംഗ് സ്കിൽ അല്ലെങ്കിൽ
ടൈം മാനേജ്മെന്റ് സ്കിൽ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ആഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ സ്കിൽസ് എല്ലാം നമുക്ക് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇന്ന് ഞാൻ മെയിൻ ആയിട്ട് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ പഠിക്കണം. ഓക്കെ, ലൈക്ക് ഹൗ ടു സ്റ്റഡി എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ദെൻ ഐ വിൽ കം ടു ലൈക്ക് എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് സ്കിൽസ് എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, നിങ്ങളുടെ MCQ സോൾവിംഗ് സ്കിൽസ് എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഹൗ ടു സ്റ്റഡി എന്നുള്ളതിന് ഫസ്റ്റ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു ഫിക്സഡ് സ്റ്റഡി റുട്ടീൻ ആണ്. ഓക്കെ, നിങ്ങൾ ലൈക്ക് എത്ര പേര് ആർ ലൈക്ക് വർക്കിംഗ് ഇൻ എ ക്ലിനിക്? You can use the chat box for answering. How many of you are like working in a clinic? Okay. Okay, Dr. Grishma. Anyone else? Okay. Okay, so most of you are like working in a clinic or hospital? Okay, Dr. Chitralega, Dr. Kirtana. Okay, so most of you are like working in a clinic or like working in a hospital, like working professionals. Okay, so നിങ്ങൾക്ക് മെയിൻ ആയിട്ട് മേ ബി ഒരു 9 to 6 ആയിരിക്കാം നിങ്ങളുടെ വർക്കിംഗ് ടൈം, അല്ലെങ്കിൽ ദർ ബി ലൈക്ക് ഡിഫറൻസ് ഇൻ ദാറ്റ് ഓൾസോ, ബട്ട് ഐ എം അസ്യൂമിങ് ദാറ്റ് ഇറ്റ് ഇസ് ലൈക്ക് 9 to 6. അപ്പം 9 to 6 നിങ്ങളുടെ വർക്ക് റൂട്ടീനിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കാം. സോ വാട്ട് യു ക്യാൻ ഡു ഇസ് ക്ലിനിക്കിൽ പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ ആൻഡ് ഹോസ്പിറ്റലിൽ പോയി വന്ന ശേഷം, ഓക്കെ, ഈ രണ്ട് ടൈമാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ഫിക്സഡ് സ്റ്റഡി റൂട്ടീൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ലൈക്ക് രാവിലെ മേ ബി ഒരു 6:30 to 8. ഓക്കെ, 6:30 to 8. ഒരു 9 ആണ് ക്ലിനിക്കിൽ പോകേണ്ടതെങ്കിൽ യു ക്യാൻ സ്റ്റഡി ടിൽ 8. ഓക്കെ, സോ 6:30 to 8 ദാറ്റ് ഷുഡ് ബി എ ഫിക്സഡ് സ്റ്റഡി റൂട്ടീൻ. ഓക്കെ, അതുപോലെ തന്നെ ക്ലിനിക്കിൽ നിന്ന് വന്ന ശേഷം ലെറ്റ്സ് അസ്യൂം ദാറ്റ് യു വിൽ ബി ലൈക്ക് ബാക്ക് ബൈ ലൈക്ക് 7 PM. ഓക്കെ, സോ അപ്പൊ ഒരു ലൈക്ക് 8 to 10 or 8 to 11 അതുപോലെ ഒരു സ്റ്റഡി ടൈം, അങ്ങനെ ഒരു ഫിക്സഡ് സ്റ്റഡി റൂട്ടീൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇങ്ങനെ ഒരു ഫിക്സഡ് സ്റ്റഡി റൂട്ടീൻ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ, ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, ബിക്കോസ് യു ആർ ഗെറ്റിംഗ് അക്കസ്റ്റംഡ് ടു ഇറ്റ്. ഓക്കെ, ബട്ട് ഒരു മേ ബി ഒരു 3 to 4 weeks ഒക്കെ കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ യുവർ ബ്രെയിൻ വിൽ ബി വെരി ആക്റ്റീവ് ഡ്യൂറിംഗ് ദാറ്റ് സ്റ്റഡി പീരീഡ്. Okay, so your brain will get very active during that study time and you can easily cover all the subjects. Okay, so idana valare aadiyayittu cheyenda valare important aayittulla karyam, one thing that is the fixed study routine undaki edukka ennulladana. And another thing is like fixed sleep routine. Okay, fixed sleep routine ennu paraya, if you are like sleeping by 11 o'clock and like getting up by 6 AM, then that's good. Okay, ഇങ്ങനെയുള്ള ഒരു ഫിക്സഡ് സ്റ്റഡി റൂട്ടീൻ ആൻഡ് ഫിക്സഡ് സ്ലീപ്പ് റൂട്ടീൻ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ട ഒരു കാര്യമാണ് ടൈം ടേബിൾ. ഓക്കെ, ഈ ടൈം ടേബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഡീറ്റെയിൽഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി റിയലിസ്റ്റിക് ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രാക്ടിക്കൽ. ഓക്കെ, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രാക്ടിക്കൽ അല്ലാത്ത ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ലൈക്ക് ഞാൻ ഒരു മാസത്തിനുള്ളിൽ 16 സബ്ജക്ട്സും ഞാൻ കവർ ചെയ്യും, അങ്ങനെ അൺപ്രാക്ടിക്കൽ ആയിട്ടുള്ള ടൈം ടേബിൾസ് നമുക്ക് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ബിക്കോസ് അങ്ങനെയുള്ള ടൈം ടേബിൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിന്നെ അത് ഫോളോ ചെയ്യാൻ പോലും തോന്നത്തില്ല. ഓക്കെ, സോ ടൈം ടേബിൾ ഉണ്ടാക്കണം, അത് ഇറ്റ് ഷുഡ് ബി ഡീറ്റെയിൽഡ്, ഇറ്റ് ഷുഡ് ബി റിയലിസ്റ്റിക് ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രാക്ടിക്കൽ ടു. പ്രാക്ടിക്കൽ ആയിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിൾ വേണം നിങ്ങൾ ഉണ്ടാക്കാൻ. അല്ലാതെ ഇന്നിപ്പം ഞാൻ ഒരു സബ്ജക്ട് മുഴുവൻ പഠിച്ചു തീർക്കും, അങ്ങനെയുള്ള ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള ടൈം ടേബിൾസ് ഒന്നും ഉണ്ടാക്കരുത്. ഓക്കെ, സോ ദാറ്റ്സ് വൺ തിങ് ഫോർ ദ ടൈം ടേബിൾ. ടൈം ടേബിൾ പിന്നെ രണ്ട് ടൈപ്പ് ടൈം ടേബിൾസ് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഒന്ന് ലാർജർ വിഷൻ ടൈം ടേബിൾ, ലൈക്ക് by February I will complete all the 16 subjects. Okay, so how to divide in between, അങ്ങനെയുള്ള ലാർജർ വിഷൻ ടൈം ടേബിൾ ഉണ്ടാക്കാം. പിന്നെ ഒന്ന് ലൈക്ക് ഡെയിലി ഗോൾസ്, ഡെയിലി ഞാൻ ഈ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പൊ ഡെയിലി ഞാനിപ്പോ ഇന്ന് ഓറൽ ഹിസ്റ്റോളജി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഓറൽ ഹിസ്റ്റോളജിയിലെ ഡെവലപ്മെന്റ് ഓഫ് ടീത്ത് ആൻഡ് ഇനാമൽ, ഈ രണ്ട് ടോപ്പിക്സ് ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഡെയിലി ഗോൾസ് ആദ്യം വെക്കുക. ആൻഡ് ഇങ്ങനത്തെയുള്ള ചെറിയ ചെറിയ ഡെയിലി ഗോൾസ് അച്ചീവ് ചെയ്ത് വേണം നമ്മൾ ബിഗർ ടാർഗറ്റ്സിലോട്ട് പോവാൻ. Okay, so that's very important.
The timetable should be detailed, realistic, and practical, and stick to the timetable. Okay, timetable ഉണ്ടാകാൻ എല്ലാവർക്കും ഭയങ്കര enthusiasm ആയിരിക്കും, but sticking to the timetable is like what matters the most. Okay, because കുറച്ച് കഴിയുമ്പോൾ തന്നെ will be like you should not be like fed up with the timetable. Okay, you should stick to the timetable and you should follow it till the end also. Okay, so അങ്ങനെ timetable follow ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേറൊരു ഇതാണ് മെത്തേഡ് ആണ്, you should take like a breaks in between the timetable. Okay, so ഇപ്പൊ നിങ്ങൾ ഈവനിങ് വന്ന് ലൈക്ക് 8 to 11:30 ആണ് നിങ്ങളുടെ സ്റ്റഡി ടൈം എങ്കിൽ ഈ 8 to 11:30 ഈ കണ്ടിന്യൂസ് ലൈക്ക് 3 hours ഒരാളെ കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ലൈക്ക് അറ്റൻഷൻ സ്പാൻ നമുക്ക് എല്ലാവർക്കും ഡിഫറെന്റ് ആണ്. So some people will have like good attention span, like 2 hours continuously they can study, but some people have like short attention span, maximum half an hour അങ്ങനെയൊക്കെ attention span ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർക്ക് like if you have a short attention span, like 30 minutes മാത്രം നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുള്ളൂ എങ്കിൽ 30 minutes പഠിച്ച ശേഷം then take a break. Okay, break in the സമയത്ത് you can just go for a walk or go and talk with your family and friends, or like read some book or meditate or something you can do in that period. Okay, and another important thing is that during this break time, don't go and see your like social media and the gaming platforms. Okay, because that is like very addictive. Okay, ഭയങ്കര അഡിക്റ്റീവ് ആയിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, ബട്ട് ഇഫ് യു കാൺ കൺട്രോൾ ദെൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസ് കുറച്ച് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. Okay, and during the study time, no distractions. Okay, that's very important. During the study time 25 മിനിറ്റ് മാത്രമാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ പോലും ആ 25 മിനിറ്റ് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ വേണം പഠിക്കാൻ. Okay, no mobile, no talking, nothing. Okay, complete study only. Okay, so that's extremely important. Next, notes making. Okay, this notes making എന്നാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ നിങ്ങൾ ഒരു ടോപ്പിക് പഠിക്കുകയാണ്. ഓക്കെ, ആ ടോപ്പിക് പഠിച്ച ശേഷം എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ളത് ഒന്ന് ഓർത്തെടുത്ത് അതൊരു നോട്ട്സ് ആയിട്ട് എഴുതി വെക്കാം. ഈ നോട്ട്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് പാരഗ്രാഫ് എന്തൊക്കെയാണോ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ MCQ ബുക്കിൽ പഠിച്ചത് അത് അതേപോലെ എഴുതി വെക്കുന്നതല്ല നോട്ട്സ്. നോട്ട്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പോയിന്റ് വൈസ് ആയിട്ട് ഒരു സിമ്പിൾ ആൻഡ് ക്രിസ്പ് ആൻഡ് ടു ദ പോയിന്റ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നതിനാണ് നോട്ട്സ് എന്ന് പറയുന്നത്. ഈ നോട്ട്സ് വളരെ യൂസ്ഫുൾ ആണ്, എസ്പെഷ്യലി ഡ്യൂറിങ് ദ റിവിഷൻ ടൈം. ഓക്കെ, ബിക്കോസ് ലൈക്ക് 1 week ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ you have to revise it again and again. Okay, അങ്ങനെ റിവിഷൻ ടൈമിൽ you just have to look at this notes. Okay, you don't have to go and look at the textbook or the MCQ book. You just have a look at this note. Okay, and ഈ നോട്ട്സിൽ കുറച്ച് പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതി വെച്ചത് ആ കാര്യങ്ങൾ നിങ്ങൾ ലൈക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയോടെ വേണം. Okay, so this is very important, like the notes making. Okay, while you are studying, make small notes regarding it also. Okay, then another important thing is the sticky notes. Okay, sticky notes, or like you can like note it in a notebook, like notebook or something also. But sticky notes ആണെങ്കിൽ നമ്മുടെ സ്റ്റഡി ടേബിളിൽ നമ്മൾ ഡെയിലി അത് കാണുകയാണ്. Okay, so there will be like more of visual memory ഉണ്ടാവും. Okay, അതിന് വേണ്ടിയിട്ടാണ് സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്യാൻ പറയുന്നത്. സോ ഈ സ്റ്റിക്കി നോട്ട്സിൽ മെയിൻ ആയിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, ഇപ്പം ഓർത്തോ അല്ലെങ്കിൽ പീഡിയോയിലൊക്കെ അപ്ലയൻസസ് ആരൊക്കെയാണ് ഇൻവെന്റേഴ്സ്, അപ്ലയൻസിന്റെ ഇൻവെന്റേഴ്സിന്റെ നെയിം, അല്ലെങ്കിൽ ഡെന്റൽ മെറ്റീരിയൽസിൽ ഒത്തിരി ന്യൂമറിക്കൽ വാല്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഡെന്റിസ്ട്രിയിൽ ഈ ഇക്വേഷൻസ് കൂടുതലാണ്, ലൈക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് എറർ, അങ്ങനെയുള്ള ഇക്വേഷൻസ് കൂടുതലാണ്. ഓക്കെ, സോ അങ്ങനെയുള്ള ഇക്വേഷൻസ് അല്ലെങ്കിൽ ഈ ന്യൂമറിക്കൽ വാല്യൂസ് ലൈക്ക് ഓറൽ അനാറ്റമിയിലൊക്കെ ഇതിന്റെ ലൈക്ക് ടീത്തിന്റെ മെഷർമെന്റ്സ്, ക്രോണോളജി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതുപോലെയുള്ള സ്റ്റിക്കി നോട്ട്സിൽ എഴുതി വെച്ച് അത് ഡെയിലി കാണുമ്പോൾ തന്നെ ആ വിഷ്വൽ മെമ്മറിയിൽ നമ്മൾ ഒത്തിരി പഠിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സോ നോട്ട്സ് മേക്കിംഗ്, സ്റ്റിക്കി നോട്ട്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, ഞാൻ ഒരു ടൈം ടേബിൾ സജസ്റ്റ് ചെയ്യാണ് ഇത്. Okay, there will be like assuming that your clinic time is from like 9 a.m. to 6 p.m. So this is based on your work time. You can like modify it also. Okay, so usually from the 6 a.m. എന്നുള്ള ഇതിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. Okay, there should be a little effort from your side also. You should like get up a little bit early, like around 6 o'clock, and then till 6:30 do your morning activities, and from 6:30 to 8. Okay, 9 ആണ് clinic till 8 I think you can study. So 6:30 to 8 spend some morning time for studying. Then 9 to 6 I have not included anything. Okay, because clinical hours ആണ് ചിലപ്പം
ഒത്തിരി ബിസി ആയിട്ടുള്ള ക്ലിനിക്കിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ചിലപ്പോൾ കുറച്ച് പേഷ്യന്റ് ഫ്ലോ കുറച്ച് കുറവുള്ള ക്ലിനിക്കിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഫ്രീ ടൈം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ at that during the lunch break hours or like some in between the patients sometimes you are getting, then what you can do is anyway you are carrying your mobile to the clinic, right? അപ്പം ഇഡെന്റു ആപ്പ് ഓപ്പൺ ചെയ്ത് അതിലെ MCQ സോൾവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഒരുപാട് കോൺസെൻട്രേഷൻ വേണ്ട, അല്ലെങ്കിൽ ഒരുപാട് ലൈക്ക് നമുക്ക് എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട ഒത്തിരി ടോപ്പിക്സ് ആ ടൈമിൽ പഠിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ബിക്കോസ് യു ആർ ഇൻ ബിറ്റ്വീൻ യുവർ വർക്ക്. ഓക്കെ, സോ ആ ടൈമിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ സജസ്റ്റ് ചെയ്തില്ല. പകരം like MCQ solving you can do. Okay, like ആപ്പിൽ തന്നെ ഒത്തിരി MCQ ബാങ്ക് ഉണ്ട്. MCQ ബാങ്കിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഡെയിലി ഇതുപോലെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ജസ്റ്റ് ഒരു MCQ സോൾവ് ചെയ്ത് നോക്കുക. അപ്പോഴേ മാത്രമേ നിങ്ങൾക്ക് ലൈക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടത്തുള്ളൂ. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എങ്ങനെയുള്ളതിന്റെ എല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുള്ളൂ. ഓക്കെ, then you will be able to like manage your time management skills also. Okay, time management skills കൂടി കുറച്ച് ഡെവലപ്പ് ആയി എടുക്കാൻ ഇതുപോലെ ഡെയിലി MCQ സോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, then around 7 നിങ്ങൾ വീട്ടിലെത്തുന്നു. Then around 7 to 8 another study hour, 8 to 8:30 dinner, and 8:30 to 11 PM again study. Okay, so ഇപ്പൊ ഈ ടോട്ടൽ ഇത് നോക്കുകയാണെങ്കിൽ ഓക്കെ 9 to 6 PM നിങ്ങളുടെ ക്ലിനിക്കൽ അവേഴ്സ് ഞാൻ ഇൻക്ലൂഡേ ചെയ്യുന്നില്ല സ്റ്റഡി അവേഴ്സിൽ. അല്ലാതെ തന്നെ ഈ സ്റ്റഡി അവേഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് റിയലി ലൈക്ക് സോളിഡ് 5 hours ഓഫ് സ്റ്റഡി ടൈം. ഓക്കെ, ഈ 5 hours ഓഫ് സ്റ്റഡി ടൈമിൽ 1 hour ഷുഡ് ബി ഡെഫിനറ്റ്ലി യൂസ്ഡ് ഫോർ റിവിഷൻ. ഓക്കെ, റിവിഷൻ വളരെ 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 വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് പ്രീവിയസ് ഡേ ടോപ്പിക്സിൽ, അതായത് നിങ്ങൾ എന്താണോ തലേ ദിവസം പഠിച്ചത് അത് റിവിഷൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. just spend 1 hour for revision. Okay, it will be really worth it at the end. Okay, so spend 1 hour for revision. Okay, നമുക്ക് ഈ സ്റ്റഡി ടൈമിനെ വേണമെങ്കിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നും ലൈക്ക് ആക്റ്റീവ് അവേഴ്സ് ആൻഡ് പാസീവ് അവേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആക്റ്റീവ് അവേഴ്സ് എന്ന് പറയുമ്പോൾ ലൈക്ക് ദ അവേഴ്സ് ദാറ്റ് യു ആർ റിയലി ആക്റ്റീവ്, ലൈക്ക് യുവർ മൈൻഡ് ആൻഡ് ബോഡി ആർ റിയലി ആക്റ്റീവ്. ഓക്കെ, സോ ദോസ് അവേഴ്സ് ആർ കോൾഡ് ആസ് ലൈക്ക് ആക്റ്റീവ് അവേഴ്സ്. ആ ആക്റ്റീവ് അവേഴ്സിൽ മെയിൻ ആയിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. Okay, and then there are like passive hours. Passive hours means clinical നിന്ന് വന്ന സമയം like 7 to 8 PM, like you will be really tired after a long day at clinic. Okay, അങ്ങനെയുള്ള ടൈമുകളിൽ it's called the passive hours, and your mind will not be so fresh, and അങ്ങനെയുള്ള ടൈമുകളിൽ what you can do is at that time you can do this revision. Okay, revision, just look at the notes that you have made and look at the points and try to remember what you had studied. Okay, so അങ്ങനെയുള്ള ടൈമുകളിൽ you can do the revision also. Okay, so 1 hour for revision and 1 hour for MCQ solving. Okay, this MCQ solving is really important because നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് ഒരു MCQ based ആയിട്ടുള്ള എക്സാം ആണ്, തിയറി എക്സാം അല്ല. ഓക്കെ, അതുകൊണ്ട് തിയറി ഒത്തിരി പഠിക്കാനല്ല ഞാൻ ഈ പറയുന്നത്, MCQs ഡെയിലി സോൾവ് ചെയ്യുക തന്നെ വേണം. ഓക്കെ, MCQs ഡെയിലി സോൾവ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യത്തുള്ളൂ, നിങ്ങളുടെ ലോജിക്കൽ തിങ്കിങ്, ആ ഒരു അനലിറ്റിക്കൽ തിങ്കിൽ ഇംപ്രൂവ് ചെയ്യത്തുള്ളൂ. MCQ സോൾവിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഡെയിലി MCQ സോൾവ് ചെയ്യുക തന്നെ വേണം. ഓക്കെ, സോ ഒത്തിരി 100 ക്വസ്റ്റ്യൻസ് ഒന്നും ഒരു ദിവസം സോൾവ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. മിനിമം ഓക്കെ, മിനിമം 30 ക്വസ്റ്റ്യൻസ് ഡെയിലി. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. ഓക്കെ, 30 ക്വസ്റ്റ്യൻസ് ഡെയിലി, അതും 30 minutes തന്നെ എടുത്തോളൂ. ഓക്കെ, എക്സാമിൽ നമുക്ക് വെറും 45 seconds മാത്രമേ കിട്ടുന്നുള്ളൂ. ബട്ട് ഹിയർ ആസ് എ ബിഗിനർ, ഓക്കെ, യു ആർ എ ബിഗിനർ, സോ ടേക്ക് 1 minute ഫോർ 1 question. ഓക്കെ, അങ്ങനെ 30 questions 30 minutes സോൾവ് ചെയ്യാം. ഓക്കെ, സോ 30 minutes over, then after this 30 minutes just analyze yourself. Okay, like do a review. Okay, like എവിടേക്കാണ് തെറ്റ് പറ്റിയത്, എവിടേക്കാണ് എനിക്ക് ആൻസർ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കുക കൂടി വേണം ബാക്കി 30 hours. Okay, and in the app if you look like ഓരോ ക്വസ്റ്റ്യന്റെ താഴെയും there will be like notes and explanation given to that particular MCQ. Okay, so you can read that explanation also. Okay, so ഇതിനെല്ലാം ആയിട്ട് utilize the another 30 minutes. Okay, so that is like total 1 hour for MCQ solving and the reviewing of all the MCQs that you have solved till now. Okay, so that mainly like 1 hour for revision, 1 hour for MCQ solving, and the remaining 3 hours, okay, for studying new topics. Okay, if you can if you can do this MCQ solving in the clinic time itself, then it's well and good. Then you can utilize that time in the home for studying new subjects. Okay, so that's another thing. And
ഇപ്പം ലൈക്ക് എല്ലാ ഡേയ്സും ഒരുപോലെ ഇരിക്കണം എന്നില്ല. ചിലപ്പം ചില ടൈം യു ഗെറ്റ് ഹെൽഡ് അപ്പ് ഇൻ ക്ലിനിക് ഓർ ലൈക്ക് മോർ വർക്ക് ഇൻ ക്ലിനിക് ആൻഡ് യു ഗെറ്റ് ഹെൽഡ് അപ്പ്. അങ്ങനെയുള്ള സമയങ്ങളിൽ വാട്ട് യു ക്യാൻ ഡു ഇസ് ലൈക്ക് യു വിൽ നോട്ട് ബി ഏബിൾ ടു കംപ്ലീറ്റ് യുവർ ഡെയിലി ഗോൾ. ഓക്കെ, സോ ഇന്നിപ്പം ഞാൻ 2 ചാപ്റ്റർ പഠിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ ഇന്ന് ക്ലിനിക്കിൽ ഒത്തിരി വർക്ക് ആയതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. ഓക്കെ, സോ അങ്ങനെയുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ what you can do is there will be like something called as buffer days. Okay, buffer days mainly Sundays എടുക്കുന്നതായിരിക്കും നല്ലത്, because Sundays you will have leave, I assume. Okay, so Sundays leave ആണെങ്കിൽ ആ ടൈമിൽ you will have more hours for studying. Okay, you will get more time for studying. Okay, ആ ടൈമിൽ just utilize that time for completing all these unfinished topics. Okay, so ഒരു ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾ കംപ്ലീറ്റ് ആയില്ല എങ്കിൽ ആ കംപ്ലീറ്റ് ആവാത്ത ടോപ്പിക് മെയിൻ ആയിട്ട് സൺഡേസിൽ വെക്കുക ആൻഡ് സൺഡേസിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും അത് നെക്സ്റ്റ് വീക്കിലോട്ട് ക്യാരി ഔട്ട് ചെയ്ത് പോവാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ, മാക്സിമം ആ വീക്കിൽ തീർക്കേണ്ട ടോപ്പിക്സ് ആ വീക്കിൽ തന്നെ തീർത്തിട്ട് നെക്സ്റ്റ് വീക്കിലോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, ഫോളോ ദ ടൈം ടേബിൾ, സ്റ്റിക്ക് ടു ദ ടൈം ടേബിൾ. ഓക്കെ, next what I have to tell is the study materials. Okay, study materials ne kurichu parayanengil all I have to say is less is more. Okay, എത്രത്തോളം കുറവ് ബുക്കുകൾ നിങ്ങൾ റെഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു, ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. ഓക്കെ, ബിക്കോസ് ഒത്തിരി ബുക്കുകൾ റെഫർ ചെയ്ത് ഒത്തിരി കൺഫ്യൂസ് ആവുന്നതിന് പകരമാണ് ഒരു സ്റ്റാൻഡേർഡ് MCQ ബുക്ക്, ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒത്തിരി ബുക്കുകൾ വലിച്ചു വാരി പഠിച്ച് കൺഫ്യൂസ് ആവുന്നതിനേക്കാളും എത്രയോ ഭേദം തന്നെയാണ് ഒരു സ്റ്റാൻഡേർഡ് MCQ ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഡെന്റൽ പൾസ് ഉണ്ടെങ്കിൽ പൾസ് യൂസ് ചെയ്യാം. ഗൗരി ശങ്കർ ദ ഡെന്റിസ്റ്റ് എന്നൊരു ബുക്ക് ഉണ്ട്, അതും അതിലെ എക്സ്പ്ലനേഷൻസ് വളരെ നല്ലതാണ്. ഓക്കെ, അങ്ങനെയുള്ള ബുക്കുകൾ ഉണ്ടെങ്കിൽ then keep that one standard MCQ book, that's enough. Okay, and ഈ MCQ ബുക്കിലെല്ലാം ഇപ്പം ഡെന്റൽ പൾസിലൊക്കെ നോക്കുകയാണെങ്കിൽ at the end of like every subject there will be something called as synopsis. Okay, so in this synopsis just have a look at the synopsis. Synopsisലാണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പോർഷൻസും ഈ സിനോപ്സിസിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിനോപ്സിസിലെ ചില ടേബിൾസ് ഒക്കെ ഉണ്ട്, ലൈക്ക് the most common malignant tumor in children, the most common parotid tumor in adults, അങ്ങനെയുള്ള ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതുപോലെ സിനോപ്സിസ് റെഫർ ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് എ idea of it. Okay, and Idento appilum there will be like notes which will be accessible to you, and ഈ MCQ books ലെ MCQ solve ചെയ്യുമ്പോൾ there will be like explanation for every question. Okay, read the explanation. Okay, read the explanation, and if you are like not able to understand the concept after reading the explanation, then go to the Idento notes. Okay, then read the Idento notes. It will be like very short and crisp, but it will be like highly useful for you. Okay, Idento notes adindedaayittulla explanation and still if you are not able to understand, then only go and refer a textbook. Okay, otherwise like idupoലുള്ള competitive examination like whole theory book പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഇംപ്രാക്ടിക്കൽ സൊല്യൂഷൻ. ഓക്കെ, സോ ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, തിയറി എക്സാം അല്ല നമ്മൾ എഴുതാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു റൈറ്റ് എൻ MCQ ബേസ്ഡ് എക്സാം. സോ MCQ ബേസ്ഡ് എക്സാമിന് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു MCQ ബുക്കാണ്, MCQ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കാണ് വേണ്ടത്. ഓക്കെ, സോ റിമെമ്പർ ദാറ്റ് അബൌട്ട് ദ ബുക്സ്. Next thing is like overlapping subjects. Okay, so ചില സ്റ്റുഡൻസ് ഉണ്ട്, ചില സ്റ്റുഡൻസിന് ഇപ്പം ഒരാഴ്ച ഫുൾ ഒരു സബ്ജക്ട് മാത്രം പഠിക്കാൻ അവർക്ക് കുറച്ചൊരു ബോറടി ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടേബിൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ ഓവർലാപ്പിംഗ് സബ്ജക്ട്സ് ആണ്. അതായത് നമ്മുടെ ഈ ഉള്ള ഡെന്റൽ സബ്ജക്ട്സുകളിൽ ചില പോർഷൻസ് എല്ലാം ഒത്തിരി ഓവർലാപ്പിംഗ് ആണ്, ലൈക്ക് ഓറൽ മെഡിസിൻ ആൻഡ് ഓറൽ പാത്തോളജി. ഓറൽ മെഡിസിനിലും like ഒരു 50% ടോപ്പിക്സും ഓറൽ പാത്തോളജിയിലുണ്ട്, ഓറൽ പാത്തോളജിയിലെ ഒരു 50% ടോപ്പിക്സും ഓറൽ മെഡിസിനിലുണ്ട്. ഓക്കെ, സോ വെൻ യു ആർ സ്റ്റഡിങ് ദീസ് സബ്ജക്ട്സ്, സ്റ്റഡി both these together. Okay, so that you will be able to cover a large portion together also. Okay, like the orofacial pain, like tumors and the developmental disturbances, അങ്ങനെയുള്ള കുറച്ച് topics are like common between this oral medicine and oral pathology. So when studying this subject, have a look at that also. Okay, then study it combinedly, and you will be able to cover a lot of things together. Okay, like that microbiology and periodontics. Periodontal microbiology is like very much related to the microbiology. Then oral medicine also, general anatomy and surgery. In anatomy, you'll be seeing the normal structures, whereas in surgery, the pathology and the treatment plan also
you will be able to see. Okay, pedo ortho, okay, lot of myofunctional appliances, adellam pedo ortho il valare overlapping aayittulla topics aanu. So when you are studying pedo itself, have a look at the ortho that topics also. Okay, so angane aagumbo ഒത്തിരി ടോപ്പിക്സ് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. Okay, so that's one suggestion regarding the overlapping topics. Prosto and dental materials, conservative dentistry and dental materials, then physiology and general pathology. Physiology, you are studying the normal functioning process and normal physiology. Pathology, അതിൽ തന്നെ ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ളതെല്ലാം പാത്തോളജിയിലും കുറച്ച് ഓവർലാപ്പിംഗ് ആയിട്ട് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നത് കുറച്ചുകൂടി എളുപ്പമാക്കും കാര്യങ്ങൾ നിങ്ങളുടെ. ഓക്കെ, then next is the നമ്മുടെ ഇരന്റു ആപ്പിലും 3 മോക്ക് ടെസ്റ്റ് ആണ് ഡെയിലി നടത്താൻ ഉദ്ദേശിക്കുന്നത്. One is on Tuesday and one is on Wednesday and one is on Friday. Okay, 3 മോക്ക് ടെസ്റ്റുകൾ എല്ലാ ആഴ്ചയും ഉണ്ടാവും. ഓക്കെ, ഈ 3 മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് it makes you get used to the exam. Okay, it is just like attending an exam. And like നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് സ്കിൽ, നിങ്ങളുടെ MCQ സോൾവിംഗ് സ്കിൽ എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതെല്ലാം കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ബിക്കോസ് ആസ് ഐ ഹാഡ് ഓൾറെഡി ടോൾഡ്, ലൈക്ക് 45 സെക്കൻഡ്സ് മാത്രമേ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കിട്ടുന്ന ടൈം ഉള്ളൂ. ഓക്കെ, ആ സ്പീഡ് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ, ആ ഒരു അനലിറ്റിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ഒരു ലോജിക്കൽ തിങ്കിങ് അതെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഡെയിലി ഇതുപോലെ MCQ പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. ഓക്കെ, ദെൻ ഈ മോക്ക് ടെസ്റ്റ് എല്ലാം അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഇറ്റ് ഓൾസോ ഹെൽപ്സ് യു ഇൻ ഇവാലുവേറ്റിംഗ് യുവർ പൊസിഷൻ ആൻഡ് പ്രോഗ്രസ് ഓൾസോ. എങ്ങനെയാണ് നിങ്ങളുടെ പ്രോഗ്രസ് പോകുന്നത്, ലൈക്ക് ആർ യു ലൈക്ക് ഏബിൾ ടു ഇംപ്രൂവ് യുവർ മാർക്സ് ഓർ ആർ യു ലൈക്ക് ഏബിൾ ടു ഇംപ്രൂവ് യുവർ പൊസിഷൻ ആൻഡ് നെഗറ്റീവ് മാർക്സ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നെഗറ്റീവ് മാർക്സ്. ഓക്കെ, എത്ര നെഗറ്റീവ് മാർക്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. ഓക്കെ, സോ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ മേ ബി ഒത്തിരി നെഗറ്റീവ് മാർക്സ് കിട്ടിയെന്ന് വരാം, ബട്ട് slowly, gradually, you will understand the way that okay, this negative marks should be reduced. So അതിനുവേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണെങ്കിൽ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് റിയലൈസേഷൻ വന്ന ശേഷം you will be more careful regarding it. Okay, so അതിനെല്ലാം കൂടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റ് നടത്തുന്നത്. മോക്ക് ടെസ്റ്റ് will be there for 3 days in a week and definitely you should attend it. Okay, it will be really helpful for you. ഓക്കെ, സോ മെയിൻ ആയിട്ട് സ്റ്റഡി പ്രോസസ്സിൽ നമുക്ക് വേണ്ടത് ആദ്യം ഒരു പ്ലാൻ ആണ് വേണ്ടത്, ഒരു ടൈം ടേബിൾ വേണം, ലൈക്ക് ആസ് ഐ ഓൾറെഡി മെൻഷൻ, ആൻഡ് ദ ടൈം മാനേജ്മെന്റ് ഇൻ എ ഡേ. ഓക്കെ, ഡെയിലി പ്ലാനിങ് എങ്ങനെയാണ് നിങ്ങൾ ഇതാക്കുന്നത്, ദ ഫിക്സഡ് റുട്ടീൻസ് എല്ലാം വേണം. ബഫർ ഡേ വെരി മച്ച് നീഡഡ്, ലൈക്ക് Sunday can be used as a buffer day for finishing all the unfinished topics in their in that particular week. Okay, then execution of timetable. Okay, like I had already told, ടൈം ടേബിൾ ഉണ്ടാക്കാൻ ഭയങ്കര എന്തൂസിയാസം ആയിരിക്കും, ബട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ലൈക്ക് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് ടാസ്ക്, ബട്ട് സ്റ്റിൽ യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, യു ആർ പ്രിപ്പയറിംഗ് ഫോർ എ കോമ്പറ്റേറ്റീവ് എക്സാം, സോ യു ഷുഡ് be ready for that. Okay, then daily MCQ solving. Okay, like 3 times in a week matre like identula like the mock test നടക്കുന്നുള്ളൂ, but still you should do MCQ solving daily also. Okay, with the help of the books and in utilizing our Q bank also. Okay, you can do the daily MCQ solving also, then revision. Okay, 1 hour for revision and 1 hour for daily MCQ solving. Okay, that's very 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 important. Okay. Okay, then next is, so the things that you need for success is mainly, the first one is like discipline, very much important. Then the consistency is the key to success. Okay, ഇന്ന് പഠിച്ചു നാളെ പഠിക്കില്ല, മറ്റന്നാൾ പഠിക്കും, അങ്ങനെ പോകരുത്. ഓക്കെ, ഇന്നും പഠിക്കണം, നാളെയും പഠിക്കണം, മറ്റന്നാളും പഠിക്കണം. ഓക്കെ, ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റന്റ്. ഓക്കെ, അത് ഇപ്പം ലൈക്ക് 1 hour ആണെങ്കിൽ പോലും you should study without any distraction. Okay, next is self-belief. Okay, you should definitely believe in yourself. You should have a belief that you can crack this exam. Self-motivation pole veronnum work ചെയ്ത് കണ്ടിട്ടില്ല, and remove all the negativities from your life. Okay, ഒത്തിരി പേര് ഈ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്, അങ്ങനെയുള്ള നെഗറ്റിവിറ്റീസ് ഒന്നും വേണ്ട. ഓക്കെ, you do your part, then the results will come. Okay, so don't worry about that. And next is hard work, and along with hard work you should also do smart work. Okay, ഏതൊക്കെ സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഏതൊക്കെ സബ്ജക്റ്റിൽ ലെസ് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി എന്നുള്ള ആ ഒരു ഐഡിയ
and according to that do the hard work and do the smart work together. Okay, and it is MCQ solving everything. Yes. Okay, so this is the schedule we had like suggested for the working professionals. So our schedule is like starting from 20th and it will extend till March, mid March. Okay, so you have like 5-month schedule is given here. So എല്ലാ സബ്ജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ schedule ഉണ്ടാക്കിയിരിക്കുന്നത്. It will be like very easy, okay, for a working professional to learn in this schedule. Okay, and as I had already mentioned, daily mock test days under like Tuesday, Wednesday, Friday are the mock test days, and weekly grand mock test. Okay, that is like in Sundays, grand mock test. Grand mock test means like, for example, next week, like in the November last week, you will be learning anatomy. Okay, so anatomy week, okay, from 27 to 3rd, on Tuesdays, Wednesdays, Fridays, you will be having the mock test on the subject. Okay, on that particular subject, like anatomy you will have the mock test on these 3 days. Okay, then there will be Sunday. Okay, Sundays it will be grand mock test. Grand mock test means the previously completed subject. That is oral anatomy, oral histology, we had already previously completed. So that subject along with this anatomy, you will have the grand test on the Sundays. Okay, Sundays, I think you are getting more time. So we'll have this grand mock test on Sundays. Okay, and this schedule will be adjusted after the PSC exam date announcement also. Okay, so this is the general schedule for all the students. So I would like to tell you that the beginning is always the easiest part, but continuing is the hardest part. But don't worry, like believe in yourself. If you can dream, you can definitely do it also. Okay, so all the best for your preparations. Do well. And if you have any doubts, you can ask me now. Okay, use the chat box. Any doubts? Any doubts, doctors? If you have any doubts, you can ask now. App login. How to join the course details, please. Okay. Okay. App login not in. Okay. Okay, doctor. So how to join the course? We will give you the number. Okay. We'll give you the academic number. Please contact them and they will definitely help you in joining the course. App login not done. Okay. Okay. I hope you are already there in the group. Okay. So you can post a message in the WhatsApp group saying the same thing. Okay. App login not done. Okay. Then anything else? Any doubts? So I think that's it. ബാക്കി ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി അഥവാ എന്തെങ്കിലും ആപ്പ് ലിങ്ക്. Okay. So okay, app link will be provided in the group itself. Okay. I think you are in the WhatsApp group, so app link will be provided in the group itself. Don't worry. And there will be an orientation session on like how to use the app tomorrow. So no worries about that. Okay. About live classes, which all days? Okay. The days are not yet confirmed, but we will definitely notify it in the group. Okay, Dr. Fatima. Should we get time until March for the exam? Probable date, please. Okay. Like we can expect the timetable or like the exam dates by around January last. Okay. So January last or notification like PSC will usually give like 3 to 4 months time for preparing, and then only they will conduct the exam. Okay. So till March, we will definitely have time. So if the time is not there, then we will adjust the timetable accordingly also. Mock exam free. Like please download the app and see the free question bank will be there. Mock exams are not free, but the question bank in the app is free for you. Okay. If we can't attend live classes, will it be available later? Yes. If you are in the live batch, you will be
able to see the recorded classes also of that live classes. Can we access live class after it? Yes. If you're not able to attend a live class in that specific time, then you can get access to the recorded version of it also in the app. Okay. So don't worry about that. Okay. Any more doubts? Okay. So I think we'll call it a session. So all the best for your preparations, doctors. All the best. Do well. Okay. And don't worry, like the competition is maybe a little bit high, but still believe in yourself. You can do it. Okay. You can crack this exam. It's not an impossible task and all. You can definitely crack this exam. Just believe in yourself and study properly. Okay. So that's it. Live classes will be through Zoom only, and the Zoom sessions will be like notified you in the WhatsApp group. Thank you. Thank you, Dr. Fatima. Thank you, Dr. Chitralega. Thank you so much for attending. Everyone, thank you so much for attending. So let's call it a day. Thank you.